ലീഗിനും ലീഗ് പ്രവർത്തകർക്കും സമസ്തയുടെ മറുപടി. സമസ്ത പണ്ഡിതരെ പള്ളികളിലും മദ്രസകളിലും നമസ്കരിക്കാൻ കയറ്റില്ലെന്ന ലീഗിന്റെ ഭീഷണിക്ക് മതമേലധ്യക്ഷന്മാരെ അല്ലാതെ മണ്ടന്മാരെയാണോ കയറ്റുകയെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരിഹാസം. വിവരങ്ങളുമായി ജോഷിലുണ്ട്. ജോഷില, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് ശേഷം വെല്ലുവിളികളുമായാണ് ലീഗ് പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും സമസ്തയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത്. ഇതൊക്കെ തന്നെ വലിയ വാർത്തയാവുകയും വിഷയമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാധ്യമപ്രവർത്തകർ കണ്ടത്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമായാണ്. എന്നാൽ അതേസമയത്ത് അർത്ഥപൂർണമായ ഒരു മറുപടി തന്നെയായിരുന്നു ലീഗിന് അദ്ദേഹം നൽകിയത് എന്നുള്ളതാണ്. ലീഗ് പ്രവർത്തകർ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ സമസ്തയ്ക്ക് ഒരു സാമ്പത്തിക സഹായവും ലീഗിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതില്ല എന്നൊക്കെയുള്ള ഭീഷണികളായിരുന്നു ലീഗ് നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉന്നയിച്ചത്. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൃത്യമായും ലീഗിന് മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പള്ളികളിൽ മതമേലധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരാണോ കയറുക എന്നുള്ളതാണ്. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള മതമേലധ്യക്ഷന്മാരെ പള്ളികളിൽ കയറ്റില്ല, അതായത് നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ലീഗ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ലീഗ് പ്രവർത്തകരോട് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത്. പള്ളികളിൽ കയറ്റില്ല എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനെ അത് പിന്നെ ആരെ കയറ്റി? മതപര അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ പള്ളി കയറ്റി. ഇതോടുകൂടി യത്തീംഖാനയിൽ കയറ്റില്ല, പള്ളിയിൽ കയറ്റില്ല, മദ്രസയിൽ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ലീഗിന് കൃത്യമായ, അതായത് കനത്ത തിരിച്ചടിയാണ് സമസ്ത നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ സമസ്തയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സമസ്ത ദീനീ ബോധത്തോടെ ജീവിച്ചു പോകുന്ന സാമുദായിക സംഘടനയാണ്, അത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സംഘടനയല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ല, താൻ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള മറുപടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, അവരെന്ത് ബുദ്ധിമുട്ടാക്കാനാണ്?